നവകേരള സൃഷ്ടിക്കായി വലിയ പരിശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു കോളയാട് ഗ്രാമപഞ്ചായത്ത് പെരുവ വാർഡിലെ കടൽക്കണ്ടം പാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡുകളും പാലങ്ങളും ആശുപത്രികളുമെല്ലാം നവീകരിച്ച് വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ വികസന കുതിപ്പിനൊപ്പം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ മുന്നേറ്റവും പ്രധാനപ്പെട്ടതാണ്. നിപ, കോവിഡ്, പ്രളയം തുടങ്ങിയ പ്രതിസന്ധികളെ നേരിടാൻ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് ചിലവഴിക്കേണ്ടി വന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുമ്പോൾ തന്നെ വികസന പ്രവർത്തനങ്ങൾ സമഗ്രമായി നടത്തുന്നുണ്ട്. പഠനത്തിനും ജോലിക്കുമായി കേരളം വിട്ടുപോകുന്ന യുവാക്കളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രളയത്തിൽ തകർന്നു പോയിട്ടുള്ള എല്ലാ റോഡുകളും എല്ലാ പാലങ്ങളും നമ്മൾ വീണ്ടെടുക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലമൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നില്ല. കേരളത്തിൻ്റെ ഒരു നാൾ വഴി ഞാനിവിടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. കേരളം പുരോഗമിക്കുമ്പോൾ, കേരളം വികസന കുതിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ അടിസ്ഥാന വിഭാഗമായിട്ടുള്ള SC/ST വിഭാഗം കൂടി അതിനോടൊപ്പം മുന്നേറണം. അതാണ് ആ അടിസ്ഥാന വിഭാഗവും നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമാണ്. അവരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തി കൊണ്ടുപോകണം. അവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ സർക്കാർ ഇന്ന് നമ്മുടെ SC/ST വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എവിടം വരെ പഠിക്കാം അവിടം വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സർക്കാർ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കെ ശൈലജ MLA അധ്യക്ഷയായി. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പട്ടികവർഗ കോർപ്പസ് ഫണ്ട് വിനിയോഗിച്ച് പെരുവ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം കടൽക്കണ്ടം പ്രദേശത്തെ പെരുവ പട്ടികവർഗ കോളനിയിലെ 120ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ്. പാലത്തിന് 10 മീറ്റർ നീളത്തിൽ 2 സ്പാനും 13 മീറ്റർ നീളത്തിൽ 1 സ്പാനും ഉൾപ്പെടെ ആകെ 33 മീറ്റർ നീളമാണുള്ളത്. പാലത്തിന് 5.50 മീറ്റർ വീതിയിൽ കാരേജ് വേ ഉൾപ്പെടെ ആകെ 6.20 മീറ്റർ വീതിയുണ്ട്. പാലത്തിൻ്റെ അടിത്തറയ്ക്ക് പൈൽ ഫൗണ്ടേഷനാണ് നൽകിയിട്ടുള്ളത്. പാലത്തിനോടനുബന്ധിച്ച് ചന്ദ്രോത്ത് ഭാഗത്ത് 100 മീറ്ററും പെരുവ ഭാഗത്ത് 170 മീറ്ററും നീളത്തിൽ അനുബന്ധമായി കോൺക്രീറ്റ് റോഡുകളും കൂടാതെ ആവശ്യമായ ഇടങ്ങളിൽ പാർശ്വഭിത്തിയും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC അനീഷ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം B. ഗീത, കോളയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സുധീഷ് കുമാർ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. T. കുഞ്ഞമ്മദ്, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന നാരായണൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. ഉമാദേവി, ശ്രീജ പ്രദീപൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് അംഗം റോയ് പോലോസ്, ITDP പ്രൊജക്ട് ഓഫീസർ C. വിനോദ് കുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.